ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ക്ലാസ് 7 ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം ആയിട്ടുള്ള സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററാണ്. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വരകൾ അവക്കിടയിൽ ലെങ്ത് എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. അവ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടാണ്ട് നേരേയിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതാണ് സമാന്തര വരകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ലൈനിനെ മറ്റൊരു ലൈനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. ഇത് എൽ ഷേപ്പാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിൾസ് ഒക്കെ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഓരോ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞ ടോട്ടൽ എത്രയായിരിക്കും? 360 ആയിരിക്കും. ഇനി ഇതേ ലൈനിനെ ഒരു ലൈന് ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതിൻ്റെ പകരം ഒന്ന് ചെരിച്ച് മുറിക്കാം. മുറിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ഒരു വലിയ ആംഗിൾ ഉണ്ടായി, ഇവിടെയും ഒരു വലിയ ആംഗിൾ ഉണ്ടായി. അതേപോലെ ഇവിടെ 2 ചെറിയ ആംഗിൾസ് ആണ് എന്ത് ഉണ്ടായിരിക്കുക. ഇവിടെ ചെറിയ ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഈ ആംഗിൾ. ഇനി വലിയ ആംഗിൾ എത്ര തന്നെയാണോ അത് തന്നെയായിരിക്കും ഈ ആംഗിളും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എത്ര തന്നെയായിരിക്കും? 50 ഡിഗ്രി. ഇനി ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഒരു വരയുടെ മുകളിൽ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി. ഈ രേഖീയ ജോഡിയുടെ കോണുകൾ തുക എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 50 ഡിഗ്രി കുറച്ചാൽ മതി. 180 50 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 130 ഡിഗ്രി കിട്ടും. ഇനി ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എത്രയായി? 130 ഡിഗ്രി ആയി. ഇനി ഇതുപോലെ മറ്റൊരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ലൈന്, ആ ലൈനെ മറ്റൊരു വരയുമായി ചെരിച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുകയാണ് ഇവിടെയുള്ള ആംഗിള്. ഈ ആംഗിള് ഞാനൊരു 40 ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 40 എടുത്തു കഴിഞ്ഞാൽ ഈ കോൺ എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഈ കോൺ ഇവിടെ 40. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലീനിയർ പെയർ ആണ്. 180 40 ഡിഗ്രി എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 180 40 ഡിഗ്രി പോയി കഴിഞ്ഞാൽ ബാക്കി 140 ഡിഗ്രി. ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ 140 ഡിഗ്രി. ഇവിടെ 40 ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 40 ഡിഗ്രി വീതമായിരിക്കും. ഇനി മറ്റൊരു ചിത്രം നോക്കാം. മുന്നുള്ള ചിത്രങ്ങൾ ഇവിടെ 4 ആംഗിൾസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നോക്കുകയാണെങ്കിൽ ആകെ 1 2 3 4 5 6 7 8 ആംഗിൾസ് ആണുള്ളത്. നമുക്ക് ഈ 8 ആംഗിൾസും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എത്ര ആംഗിൾ എടുക്കുകയാണ്? ഒരു 50 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് എത്രയാണ്? 50 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് 50 ആണ്, ഇതും 50 ആയി. ഇനി 2 പാരലൽ ലൈൻസ് സമാന്തര വര, ആ സമാന്തര വരനെ മറ്റൊരു ലൈനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുറിക്കുന്നുണ്ട്. ഇവിടെ ടോട്ടൽ 4 ആംഗിൾ, ഇവിടെ 4 ആംഗിൾ, ടോട്ടൽ 8 ആംഗിളാണ് ഉണ്ടാവുക. ഒരു ലൈനിൻ്റെ മുകളിൽ മറ്റു ലൈന് വേണ്ടി മുറിച്ച് കഴിഞ്ഞ് 4 ആംഗിൾ ഉണ്ടാകുമ്പോൾ 2 എണ്ണം ചെറുതും 2 എണ്ണം വലുതും ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ 2 ചെറുതും ഇവിടെ 2 വലുതും. നമുക്കറിയാം ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത് രണ്ടും എന്താണ്? ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ്. ഇത് കണ്ടുപിടിക്കാൻ 180 50 കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 130. 130 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 130. ഈ 2 ചെറിയ ആംഗിൾ എത്ര? 50 വീതം. അപ്പോൾ ഈ 2 ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി വീതം. ഈ 2 ആംഗിളും എത്ര ആയിരിക്കും? 130 ഡിഗ്രി വീതമായിരിക്കും. ഇനി നമ്മൾ 2 തരം ആംഗിൾസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ. 2 സമാന്തര വരകളെ മറ്റൊരു ലൈനുമായിട്ട് മുറിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ 2 കോണുകളില്ലേ, ഈ 2 കോണുകളിനെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ എന്ന് പറയുന്നത്. മറക്കരുത്, ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ അടുത്തതാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ മറുകോൺ. അത് നമുക്ക് 2 സമാന്തര വര വരച്ച് ആ ലൈനിനെ മറ്റൊരു ലൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ 2 ആംഗിൾ ഇവിടെയും
അതേപോലെ തന്നെ ഇവിടെയും ഉണ്ടാകുന്ന കോണ് എന്താണ്? ഓൾട്ടർനേറ്റീവ് ആംഗിളാണ്. അതേപോലെ തന്നെ ഒരു രണ്ട് സമാന്തര വരയെ മറ്റു ലൈനുമായിട്ട് മുറിക്കുമ്പോൾ ഇവിടെയും ഉണ്ടാകുന്ന ഈ രണ്ട് കോണുകൾ ഓൾട്ടർനേറ്റീവ് ആണ്, അഥവാ മറുകോണാണ്. അതേപോലെ തന്നെ രണ്ട് പാരലൈനെ മറ്റു ലൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ലൈനിൻ്റെ ഈ സൈഡിലും ഈ സൈഡിലും ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? സമാന കോണുകളായിരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരലോഗ്രാമാണ് അല്ലെങ്കിൽ സാമാന്തരികമാണ്. ഈ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യണം? അളവെടുത്ത് വരയ്ക്കണം. ഒപ്പം തന്നെ ഈ മറ്റ് കോണുകൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പാരലോഗ്രാമാണ്, സാമാന്തരികമാണ്. പ്രത്യേകത എന്താ വെച്ചാൽ ഓപ്പോസിറ്റുകളിൽ എതിർവശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇത് 3 ആണെങ്കിൽ ഇത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എതിർ വശങ്ങൾ തുല്യമായിരിക്കും. അത് മാത്രമല്ല എതിർ കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി. ഇനി ഈ രണ്ട് കോണുകൾ നോക്കുകയാണെങ്കിൽ ഒരു കോണ് ചെറുതും ഒരു കോണ് വലുതുമായിരിക്കും. അത് മാത്രമല്ല ഈ രണ്ട് കോണുകളുടെയും തുക എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കണം. അപ്പോൾ ഈ കോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 60 കുറയ്ക്കുക. 180 60 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 120 ഡിഗ്രി വരും. എതിർ കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഈ കോണും എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ അളവ് ഉപയോഗിച്ചിട്ട് ചിത്രം വരയ്ക്കുകയാണ് വേണ്ടത്. ആദ്യം 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. ഇനി അളവ് രേഖപ്പെടുത്തുക 5 സെൻറ്റിമീറ്റർ. ഇനി ഈ കോൺ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 60 ഡിഗ്രി. അപ്പോൾ ഈ പോയിന്റിൽ പ്രൊട്ടാക്ടർ വയ്ക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. ശേഷം സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ പ്രൊട്ടാക്ടർ എന്താ വെച്ചാൽ ഉപയോഗിച്ചിട്ട് നീട്ടി വരയ്ക്കുക. നമുക്കറിയാം ഇത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഈ സൈഡ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. ഇനി പ്രൊട്ടാക്ടർ എടുക്കുക. പ്രൊട്ടാക്ടർ എടുത്തിട്ട് ഈ ആംഗിൾ നമുക്ക് എത്ര അറിയാം? 120 ഡിഗ്രി. അപ്പോൾ പ്രൊട്ടാക്ടർ അടുത്ത മൂലയിൽ വയ്ക്കുക. 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. നീട്ടി വരയ്ക്കുക. അളവുകൾ എപ്പോഴും കൃത്യമായിട്ട് വരയ്ക്കുക. ഈ സൈഡ് നമുക്ക് എത്രയെന്നറിയാം? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സൈഡും എത്ര തന്നെയായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. സ്കെയിൽ വയ്ക്കുക, 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് ഈ രണ്ട് പോയിന്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂട്ടി വരച്ചാൽ മതി. കൂട്ടി വരച്ചു. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3. ഇത് എത്രയായിരിക്കും? 120 ഡിഗ്രി ഉണ്ടായിരിക്കും. ഇത് 120 ഡിഗ്രി. ഈ കോണ് 60 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം ലൈൻസ് ഓഫ് ദി ഫിഗർ ആർ പാരലൽ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഗ്രീൻ ലൈൻ. ഗ്രീൻ ലൈൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വരകളാണ്. അതായത് രണ്ട് സമാന്തര വരകൾ വരച്ചിട്ടുണ്ട്. അത് രണ്ടും എന്താണ്? പാരലലാണ്. അതിൻ്റെ ഇടയിൽ രണ്ട് ഗ്രീൻ ലൈൻസ്, ഇതാണ് ഗ്രീൻ ലൈൻസ് ഉദ്ദേശിക്കുന്നത്. ആ ഗ്രീൻ ലൈൻസിൽ ഈ കോണ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ ഈ കോണ് തന്നിട്ടുണ്ട് 40 ഡിഗ്രി ആണെന്നും ഈ കോണ് തന്നിട്ടുണ്ട് 50 ഡിഗ്രി ആണെന്നും. അപ്പോൾ നമുക്ക് ഈ കോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ ആംഗിളിനെ 2 ഭാഗമാക്കുക. ഒപ്പം പേരുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ എ, ബി, ഈ ലൈന് സി, ഡി, ഇ, എഫ്, ജി, എച്ച് എന്ന് പേരുകൾ കൊടുത്തു. ഞാൻ എഴുതുകയാണ്. നമുക്കറിയാം ആംഗിൾ എഫ് എ ഒ എന്ന് പേര് കൊടുത്ത് എഫ് എ ഒ എത്രയാണ്? 40 ഡിഗ്രി എന്നറിയാം. നമുക്ക് എഴുതാം ആംഗിൾ എഫ് എ ഒ ഈക്വൽ ടു, ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ഓൾട്ടർനേറ്റീവ് ആംഗിളാണ്, അഥവാ മറുകോണാണ്, തുല്യമായിരിക്കും. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഈ കോണും എത്രയായിരിക്കും? 40 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും എ ഒ സി, ഈ രണ്ട് കോണും 40. ആംഗിൾ എ ഒ സി ഈക്വൽ ടു 40 ഡിഗ്രി.
കാരണം ഓൾട്ടർനേറ്റീവ് ആംഗിൾ അഥവാ മറുകോൺ എന്ന് പറയാം. ഇനി ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിളിൽ ഈ ബി എന്ന ആംഗിൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ബി എന്ന ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. നമുക്ക് എഴുതാം HBO ആംഗിൾ HBO ഈക്വൽ ടു ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഇതും 50. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? BOC ആംഗിൾ BOC ഈക്വൽ ടു 50 ഡിഗ്രി. കാരണം എന്താണ്? ഓൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ മറുകോൺ. അതും കിട്ടി. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? ഈ കോണ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കുക? ഈ കോൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണുകളും തമ്മിൽ കൂട്ടിയതാണ്. AOB ആംഗിൾ AOB ഈക്വൽ ടു 40 + 50 സമം 90 ഡിഗ്രിയാണ് ഈ കോണ് ഉണ്ടായിരിക്കുക. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, in the figure the pairs of lines slanted to the left and parallel and also the pairs of lines slanted to the right. Draw the figure. ഈ ചിത്രം നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ വരയ്ക്കണമെങ്കിൽ നമുക്കിത് മൊത്തം എത്രയെന്നറിയാം? 40 ഡിഗ്രി. അപ്പോൾ ഞാൻ എന്താക്കുകയാണ്? ഇതിനെ നേർപകുതിയാക്കുകയാണ്. നേർപകുതിയായി കഴിഞ്ഞാൽ ഈ ഓരോ ആംഗിൾ എത്ര വീതമായിരിക്കും? ഇവിടെ 20 ഡിഗ്രി വീതമായിരിക്കും, ഇവിടെയും 20 ഡിഗ്രി വീതമായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഈ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ആദ്യം ഇവിടെ എത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്? 2. അപ്പോൾ ആദ്യം 2 സെൻറ്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു വര വരച്ചു. 2 സെൻറ്റിമീറ്റർ അളവ് ഞാൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ നടുവത്തെ ലൈൻ ഉണ്ട്, തുല്യമായി ഭാഗിക്കണം. ആ ലൈൻ ഒന്ന് വരച്ചു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വയ്ക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, നീട്ടി വരയ്ക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് നീട്ടി വരച്ചു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഓരോ കോണും എത്രയാണ്? 20 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സെൻറ്റർ പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ച് 20 ഡിഗ്രി എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടർ വെച്ച് 20 ഡിഗ്രി മാർക്ക് ചെയ്യുക, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഇനി അതേപോലെ പ്രൊട്രാക്ടർ ഈ പോയിന്റിൽ തിരിച്ചു വയ്ക്കുക, സെൻറ്ററിൽ തന്നെ വയ്ക്കുക, 20 ഡിഗ്രി ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഈ 2 ആംഗിൾ കിട്ടി. ഇത് 20 ഡിഗ്രി, ഇനി ഇതും 20 ഡിഗ്രി. ടോട്ടൽ എത്രയായി? 40 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി ഈ വശം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ലൈനിനോട് ചേർത്ത് എന്ത് വയ്ക്കുക? ഈ സെറ്റ് സ്ക്വയറും സ്കെയിലും വയ്ക്കുക. എന്നിട്ട് ഇത് പരസ്പരം എന്ത് ചെയ്യുക? വെച്ചതിന് ശേഷം നീട്ടുക. ഒരേപോലെ ഈ പോയിന്റ് വരെ നീക്കി കൊണ്ടുപോവുക. അങ്ങനെ വെക്കുക, എന്ത് ചെയ്യുക? നീക്കുക. എന്നിട്ട് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ വശം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒരു വശം കൂടി എന്ത് ചെയ്യാനുണ്ട്? വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊട്രാക്ടർ സെറ്റ് സ്ക്വയർ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക, ഈ വരയുമായി ചേർത്ത് വയ്ക്കുക. ഒപ്പം സ്കെയിൽ ഈ വശത്തോട് ചേർത്ത് വയ്ക്കുക. ഇനി ഈ പോയിന്റിൽ വരെ എന്ത് ചെയ്യുക? നീട്ടി കൊണ്ടുപോവുക. ഒന്ന് ചേർത്ത് വയ്ക്കുക, എന്ത് ചെയ്യുക? നീട്ടുക. ഒപ്പം സ്കെയിലും പ്രൊട്രാക്ടറും എന്ത് ചെയ്യുക? നീട്ടുക. ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ ആംഗിളും ഈ ആംഗിളും ഇവിടെ എന്ത് ചെയ്ത്? കിട്ടി. ഇതാണ് മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത്. ആദ്യത്തെ 3 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗമായിട്ട് വരാം. എല്ലാ കൂട്ടുകാരും ഒപ്പം നോട്ട് തയ്യാറാക്കുക, പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.